നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ആത്മാവിനെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു യാത്രയാണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക ഞാൻ അനൂപാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ രാഷ്ട്രീയക്കാരാണ്, ഞാൻ ഇതാ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊന്നുമല്ല. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഒരു പട്ടവും ഒരു ഇതും വരുന്നില്ല. നമ്മൾ ഏത് കുലത്തിൽ ജനിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജാതി വരുന്നു, ഇത് യഥാർത്ഥത്തിൽ നമ്മളിതൊന്നുമില്ല. പ്യുവർ സോളാണ്. ആ പ്യുവർ സോളിന് ഒരു അറ്റാച്ച്മെൻറ്റും ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ആത്മാവ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഉള്ളിനുള്ളിൽ ആരാണ് കൺട്രോൾ. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിനുള്ളിൽ നമുക്ക് പവർ കൺട്രോൾ ഇല്ല അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാവാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അത് നമ്മളെ മനസ്സിനെ അറിയിക്കുന്നില്ല എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാഹ്യപ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഫുൾ ടൈം നമ്മൾ എങ്ങനെ ഹാർട്ട് പ്രവർത്തിക്കുന്നു, എങ്ങനെ ലങ്സ് പ്രവർത്തിക്കുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആത്മാവ്, സോൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ആ ആന്തരിക എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് എവിടെയാണ് ഇത് ഉള്ളത്, എക്സാക്റ്റ് സ്ഥിതി ചെയ്യുന്നത്? സയൻസ് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ ജീവൻ തന്നെ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹാർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് നിന്നിട്ടും ബ്രെയിന് ഡെഡായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡെഡെന്ന് ഘോഷിക്കൂ. അപ്പം നമ്മുടെ തലച്ചോറിലാണോ ഈ ആത്മാവ് കുടികൊള്ളുന്നത്? അതിനൊരു ഉത്തരം സയൻസ് പരമായിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആധ്യാത്മികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അത് നമ്മളെ ഈ രണ്ട് ഹാർട്ടും ഈ ലങ്സും ഇല്ലേ അതിൻ്റെ നടുക്കായിട്ടാണെന്ന് പറയും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ചോദിക്കും, ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ നെഞ്ചിന് നടുക്കായിട്ടാണ് പോവുക. ഞാനാണ് അല്ലേ? അപ്പോൾ അതാണ് ആത്മാവ് കുടികൊള്ളുന്ന സ്ഥലം. ആ പ്രദേശത്ത് അതൊരു ഒരു ദിവ്യമായ ഒരു സ്ഥലത്താണ് അതുള്ളത്. അത് ഫിസിക്കലായിട്ട് നമുക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല. കൂടുതൽ ആത്മാവ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ശരിക്കും പറഞ്ഞാൽ ഒന്നും അല്ല. അതായത് കൂടുതൽ ഡീപ്പായിട്ട് പോയാൽ ഈ ആകാശം, ഈ പ്രപഞ്ചം, അതിൽ നിന്ന് വന്ന ഒരു അദൃശ്യമായ ഇതാണ് ഈ ആത്മാവ് എന്നുള്ളത്. അതിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതെങ്ങനെ ഈ സ്പേസ് അല്ലെങ്കിൽ ഈ ആകാശം അവിടെ നിന്ന് ഈ ആത്മാവ് വരുന്നു, നമ്മുടെ ഉള്ളിൽ കയറുന്നു, പിന്നെ പോകുന്നു. ശരീരത്തിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് വിട്ടുപോകും. അതിന് നാശമില്ല. നമുക്ക് സ്പേസിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഈ കാണുന്ന ഈ എയറിനെ ഇല്ലാതാക്കാൻ പറ്റും. ഈ സ്പേസ്, ഈ ശൂന്യതനെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റൂല. നമുക്ക് നമ്മുടെ കൈ മാറ്റിക്കഴിഞ്ഞാൽ അത് സ്പേസായി ഇല്ലേ? അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എങ്ങനെ ആത്മാവ് സ്പേസ് ആവുന്നു. അതാണ് സത്യം. അപ്പം അതിലേക്കുള്ളൊരു യാത്രയാണ് എൻ്റേത്. എങ്ങനെ ഈ ആത്മാവ് സ്പേസ് എന്നുള്ളത് എന്താണത്? അപ്പോൾ കൂടുതൽ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും കുടികൊള്ളുന്ന അതിന് നാശമില്ല. അത് ഉറപ്പാണല്ലോ. നമ്മുടെ ശരീരം പോയാലും ഇത് നശിക്കുന്നില്ല. അതിന് പല സയൻറ്റിഫിക്കൽ ഉദാഹരണങ്ങളുണ്ട്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മൾ മരിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മുടെ ഈ ലോകത്തുണ്ട് എന്നുള്ളത് പലതും എക്സ്പെരിമെൻ്റായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഒരു എൻറ്റിറ്റി ഉണ്ട്, ഒരു ജീവൻ എന്നൊരു സാധനം ഉണ്ട്. അതുകൊണ്ടാണ് അത് കയറുമ്പോൾ ശരീരം പ്രവർത്തിക്കുന്നു, അത് കയറാത്തപ്പോൾ ശരീരം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റി ഇതുണ്ട്. ഒരു നമ്മൾ കാണാൻ പറ്റാത്ത, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റാത്ത ആ ഒരു ഇതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതിന് നാശമില്ല. അത് തീർച്ചയായിട്ടും അങ്ങ് സ്പേസിലേക്ക് പോകും. ആ സ്പേസ് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അത് എല്ലാ സ്ഥലത്തിലും ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, ഈ കാണുന്ന എല്ലാത്തിലും അതിൻ്റെതായ ആത്മാവുണ്ട്. ഈ ചെടിയിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, ആകാശത്തുണ്ട്, എല്ലാ സ്ഥലത്തും ഇത് കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് അത് ഫീൽ ചെയ്യാതെ കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ. പക്ഷെ നമുക്ക് അത് പറ്റുന്നില്ല. അതെന്തുകൊണ്ട്? നമ്മുടെ ഈ ജീവിതത്തിലെ നെട്ടോട്ടം കൊണ്ട് തന്നെയാണ്. ജീവിതത്തിലെ പല കർമ്മങ്ങളും പല ചിന്തകളും ഇതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതിനെ കാണണമെങ്കിൽ നമ്മൾ അതിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി പോകേണ്ടി വരും. നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ചിന്തകളാൽ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മൂടിയിരിക്കുകയാണ്. നമുക്ക് ആ മുമ്പിൽ മറയിരിക്കുകയാണ്. ആ
മാറിയാൽ മാത്രമേ നമുക്ക് അതിനുള്ളിൽ ആത്മാവിനെ കാണാൻ സാധിക്കൂ. എന്തൊക്കെ മറകളാണുള്ളത്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, ഞാൻ അനൂപാണ്, ഞാൻ ഇന്ന ആളാണെന്ന്, ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടതാണ്. അതൊക്കെ കളയണം. അഹങ്കാരങ്ങളെല്ലാം പോകണം. ഇപ്പോൾ ഈ ഉള്ളീൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഉള്ളീൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്? ഒന്നുമില്ലല്ലോ അല്ല, എന്നാലുണ്ട്. അതാണ് ആത്മാവെന്ന് പറയുന്നത്. അത് നമുക്ക് ആ ഉള്ളീൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് തൊലിയൊക്കെ പൊളിച്ച് മാറ്റി നോക്കും, ഒന്നുമില്ല. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ എല്ലാം കളഞ്ഞ് അതിൽ കാണുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ആത്മാവെന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. അതിനൊരു രൂപമില്ല, ഒരു ഭാവമില്ല, ഒന്നുമില്ല. അതൊരു എൻറ്റിറ്റിയാണ്. ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ഒരു എൻറ്റിറ്റി, ആ ആത്മാവ് തന്നെയാണ് ഈ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻറ്റിറ്റി നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ധ്യാനിച്ച് ആ ഒരു ഫീൽ ചെയ്യണം. അത് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ അഹങ്കാരങ്ങളും എല്ലാം ഇല്ലാതാവണം. എന്നാൽ മാത്രമേ നമുക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റൂ, അതിനറിയാൻ സാധിക്കൂ. അതറിഞ്ഞു കഴിഞ്ഞാൽ അതിന് അറിയാത്തതൊന്നുമില്ല. കാരണം അത് ഈ പ്രപഞ്ചം ഉള്ള മുതലേ ഉള്ള ഒരു സംഭവമാണ് ഈ സോൾ എന്ന് പറയുന്നത്. പ്രപഞ്ചം നശിച്ചാലും ഈ യൂണിവേഴ്സിലുള്ളൊരു സാധനമാണ്. ആ ശൂന്യത തന്നെയാണത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെതായ കണ്ണ് വേണം. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാവുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ? നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാവുന്നൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കടന്ന് ആ അത്ഭുത ശക്തി കിട്ടിയാൽ മാത്രമേ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂ. അപ്പോൾ അതിലേക്കുള്ളൊരു യാത്രയായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മളങ്ങനെയല്ലല്ലോ. നമ്മൾ ഓരോ അഹങ്കാരം, നമ്മൾ നല്ല അടിപൊളി ഡ്രസ്സും, ഞാൻ അതാണ്, ഞാൻ ഇതാന്നുള്ള അതിങ്ങനെ നിൽക്കുന്നതോടും ആ മായ, അതൊക്കെ ഒരു മായയാണ്. മായ മീൻസ് മാജിക്കാണ്. എല്ലാം നമ്മൾ ആനയാത്ത ഒന്നുമല്ല. ഈ കുറച്ച് വർഷം നമ്മുടെ ഈ ജീവിതത്തിലുള്ളത് ആ ശരീരം വിചാരിക്കുന്ന ശരീരം ഭയങ്കര ശരീരം ഒരു ദിവസം പോവും അല്ലേ? ഈ മൂടപടലങ്ങളുള്ളതുകൊണ്ട് ഈ അഹങ്കാരവും ഇതും പല ചിന്തകളുള്ളതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ആത്മാവിനെ കാണാൻ പറ്റില്ല. ആ ആത്മാവിനെ നമ്മൾ അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാ വന്നതും എവിടെയാ എന്തിനീ ശരീരം എടുത്തു, ഇനി അടുത്ത ഈ ശരീരം വിട്ട് കഴിഞ്ഞ് ഇനി എങ്ങോട്ടാണോ എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ആത്മാവ് പലവരും ഞാൻ ഇതൊന്നല്ല, ആരോ ഇവിടുന്ന് വരുന്നു, സ്വർഗത്തിന് ഒരു നരകത്തിന് പോകും, അതൊക്കെ ഒരു നമ്മുടെ ഭാവന ചിന്തകളാണ്. എവിടെയും വരുന്നുമില്ല, എവിടെയും പോകുന്നുമില്ല. ഈ പ്രകൃതിയിലുള്ളത് തന്നെയാണ്. പക്ഷെ അത് അതിൻ്റെതായ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം എല്ലാം കൺഫ്യൂഷനാവും. കാണാത്ത ഒന്നിനെ നമ്മൾ എന്തിനു വിശ്വസിക്കണം എന്നുള്ളത്. നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെതായ ഇൻസ്ട്രുമെൻറ്റും ആ ഒരു യന്ത്രവും ആ ഒരു പവറും അത് യന്ത്രത്തിനൊക്കെ അപ്പുറം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ പ്രാണിയെ ആ പ്രാണി ഉണ്ടാക്കിയ ഒരു ചെറിയ യന്ത്രം ആ പ്രപഞ്ചത്തിന് അപ്പുറമുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇതുവരെ. കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒഴിവാവുക. അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് കണ്ടുപിടിക്കാവുന്നതിലും സൂക്ഷ്മതയിലാണ് അത് നിലകൊള്ളുന്നത്. ആ ദൃശ്യഭാവത്തിലാണ് നിലകൊള്ളുന്നത്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഉത്തരവ് നമുക്ക് കിട്ടും. നമ്മുടെ ചരിത്രം മുഴുവൻ ഡാറ്റ ഉണ്ടാവില്ലേ? അതാണ് ഇനി അടുത്ത ചിന്ത. എന്താണ് ഇപ്പോൾ ഈ ആത്മാവ് എന്ന സാധനം എല്ലാം അറിയുന്നുണ്ടെങ്കിൽ അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും, കഴിഞ്ഞ ജന്മം ഒന്നുണ്ടാവും. അപ്പോൾ അത് ഒരു ആവരണമായിട്ട് വരുന്നതെന്നാണ് സ്പിരിച്വൽ വരുന്നത്. പിന്നെ അടുത്ത ചർച്ച അതിനെക്കുറിച്ചാണ്. അതിന് ശരിക്കും ആവരണം ഉണ്ടോ? കാരണം അതിന് ഈ ആത്മാവെന്ന് പറയുന്നത് എൻ്റെ ആത്മാവിനും ഈ ചെടിയിൽ നിൽക്കുന്ന ആത്മാവും നിങ്ങളുടെ ആത്മാവും എല്ലാം ഒന്നാണെന്നും പറയുന്നത്. ഈ ശരീരം ഉള്ളതുകൊണ്ടാണ് അതിന് ഒരു പേര് വന്നത്, അനൂപെന്ന്. നിങ്ങളുടെ ഡോക്ടറാണെന്ന്, എൻജിനീയറാണെന്ന് വരും. ശരീരം ഇല്ലെങ്കിൽ ഈ ആത്മാവിനൊരു ചിത്രവുമില്ല, ഒരു രൂപവുമില്ല, ഒരു ഭാവവുമില്ല. പിന്നെ ഈ വരുന്നത് ഈ കാര്യങ്ങൾ എന്താ പറയുക, ഇന്നത്തെ കാര്യങ്ങൾ അറിയാം, എവിടെ നിന്ന് വരുന്നു, എവിടെ പോകുന്നു, അടുത്ത ജന്മം എന്ന്, മുൻ ജന്മം എന്നുണ്ട്. ഒരു ആത്മാവിന് പുണ്യം പാപം ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടോ? അപ്പോൾ ഈ അടുത്ത ചർച്ച അതിനെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം എന്താണ്.